ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ ഈവനിങ് ആണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നാട്ടിൽ പോയത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഇപ്പോൾ ഒരു മാസം ഒരു 3-5 ദിവസം ആയിട്ടുണ്ട്. വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടായിരുന്നു അമ്മ പോയേക്കുന്നത്. അപ്പോൾ അമ്മ തിരിച്ച് വരികയാണ്. ഇന്ന് 8:30 അമ്മ അവിടെ നിന്ന് കയറും. ഒരു 11:30 ആകുമ്പോൾ എത്തും. ഒറ്റയ്ക്കല്ല, അനിയനും പോയിട്ടുണ്ടായിരുന്നു. അവനും പോയിട്ടിപ്പോൾ ഏകദേശം ഒരു മാസമായി. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വരുന്നത്. ഉച്ചയ്ക്ക് ചോറിനിട്ട് കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് ഉറങ്ങിയായിരുന്നു. എണീറ്റ് വന്നപ്പോഴത്തേക്കും ചേട്ടന് പോകേണ്ട സമയമായിരുന്നു. ചേട്ടൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശില്പ വന്ന് വിളിക്കണത്. പോയി നോക്കിയപ്പം ഒരു പാത്രം നിറയെ ഉള്ളിവട കൊണ്ടുവന്നേക്കുമായിരുന്നു. പിന്നെ ചായയും വെച്ച് ആ ഉള്ളിവടയും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പോഴത്തേക്കും ചേട്ടൻ പോയി. പിന്നെ ഞാൻ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറാം. സത്യം പറഞ്ഞാൽ ഈ ഉത്സാഹം അമ്മ വരുന്നതിൻ്റെ ആണ് കേട്ടോ. അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര ശോകമായിരിക്കും. എല്ലാ വ്യാഴാഴ്ച അമ്മയ്ക്ക് നോയമ്പായതുകൊണ്ട് തന്നെ അമ്മ തലേദിവസം ഒറ്റ നേരം അരിയാഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈകുന്നേരം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, എനിക്ക് ചോറ് കരുതണ്ട, വേറെ എന്തെങ്കിലും വെച്ചേക്കണേ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് അമ്മ അങ്ങനെ ഞാൻ വെച്ചത് ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ അമ്മ ഇപ്പോൾ വന്നപ്പോൾ ആണെങ്കിൽ തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകാറേ ഇല്ല. എല്ലാം അമ്മ തന്നെയായിരുന്നു വെക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ഞാൻ ഓർത്തു ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ് അമ്മ കഴിക്കുകയും ചെയ്യാമല്ലോ. അവനാണെങ്കിലും വൈകുന്നേരം ചോറിനേക്കാളും ഇഷ്ടം കാപ്പി എന്നതെങ്കിലും കഴിക്കുന്ന. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ അടുക്കളയിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി. കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിശപ്പായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇച്ചിരി ചായ ഉണ്ടാക്കാം. അതുമാത്രമല്ല, അപ്പുറത്തുനിന്ന് പ്രീതി ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രീതി വന്നപ്പം കുറച്ച് സ്വീറ്റ്സ്, അവരുടെ നാട്ടിലത്തെ കുറച്ച് സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പാടില്ല, എന്നാലും 1-2 കഴിച്ചു തരുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ചായേൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നും എങ്ങനെ ഉണ്ട് എന്ന് നോക്കുമായിരുന്നു. അവളുടെ ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന. അപ്പോൾ അച്ചപ്പൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാവരുടെയും ഇതിങ്ങനെ ബ്രൗൺ കളറിലായിരുന്നു. എനിക്ക് ഈ കഴിക്കുന്ന ഈ വെള്ള സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല. നല്ല മധുരമുണ്ട്. അതാണ് ഇങ്ങനെ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമ്മ പോയപ്പോൾ ഞാൻ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രാന്തായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്ക് അവർ ഓടി വരുമായിരുന്നു. ശില്പേനൊന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ആദ്യമേ നെയ്യ് ഒഴിച്ചിട്ട് വേണം ഈ റവ ഇടാം കേട്ടോ. ഞാനത് മറന്നു പോയായിരുന്നു. അങ്ങനെ റോസ്റ്റഡ് റവ ആണെങ്കിലും ഞാനൊന്ന് നെയ്യ് ഇട്ട് വറക്കും. അപ്പോൾ ഒരു ഇച്ചിരി നല്ല ടേസ്റ്റ് വരും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി നെയ്യും ഒഴിച്ച് കടുകും ഉഴുന്നുപരിപ്പും നട്ട്സും മറ്റേ നമ്മുടെ മുന്തിരിയൊക്കെ ഇട്ട് പച്ചമുളകും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കും. പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ തേങ്ങയും ഇട്ട് കൊടുക്കും. തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അമ്മയ്ക്ക് ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് പിന്നെ ഞാൻ തേങ്ങ ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉപ്പുമാവും പൊട്ട റവ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളിത് കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് ഇളക്കി പിന്നെ കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടിട്ട് അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സാധനം സെറ്റാകും. ആദ്യമേ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് പറ്റ ഫ്ലോപ്പായിരുന്നു. വെള്ളം കൂടി കുഴഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ശരിയായി വന്നത്. ഇപ്പോൾ ചേട്ടനും പറയും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുണ്ടാക്കാമെന്ന് വെച്ചാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ണാമെന്ന് ഓർത്തു. അവിയലും കോവയ്ക്ക മെഴുക്കുവരട്ടിയും തൈരുമായിരുന്നു കേട്ടോ ചോറിന് കറി. ഫോണിൽ നോക്കിയിരുന്ന് ഉപ്പിട്ടത്, ഉപ്പ് ലേശം കൂടിപ്പോയി. പിന്നെ ചോറൊക്കെ കൊണ്ട് ഫോണിലൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിങ്ങോട്ട് എത്തിയിട്ടോ. അമ്മയുടെ ഈ വരവിന് വേറെ 1-2 സ്പെഷ്യൽ കാര്യങ്ങളും ഉണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് നിറയെ തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചക്ക, മാങ്ങ, ചാമ്പയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇച്ചിരി കൊതിച്ചിരിക്കുമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടി പൊട്ടിക്കുമ്പോൾ പറയാതെ. അങ്ങനെ അവർ രണ്ടുപേരും വന്നുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സാധനം കൊണ്ടുവരാൻ പറ്റിയായിരുന്നു.
പിന്നെ അവൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് ഒന്നും അമ്മയ്ക്ക് അത്ര വലിയ സീനായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഫ്രഷ് ആയിട്ട് വന്ന് അമ്മ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയായിരുന്നു നല്ല മയമൊക്കെ ഉണ്ട്, രസമുണ്ടടി എന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലും ഞാൻ കൃതാർത്ഥയായി. അത് കഴിഞ്ഞ് പിന്നെ അവനെ കൊണ്ടിട്ട് അപ്പം തന്നെ പെട്ടി പൊട്ടിപ്പിച്ച്. ക്ഷമ തീരെ ഇല്ലായിരുന്നു. ആ പെട്ടിക്കകത്ത് നിറയെ തിന്നാനുള്ള സാധനങ്ങളായിരുന്നു. ഇനി മറ്റേ പെട്ടിക്കകത്താണ് വേറൊരു സ്പെഷ്യൽ സാധനം എന്ന് ഞാൻ പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പൈസ ഇതറിഞ്ഞപ്പോൾ തൊട്ട് പൈസ സൂക്ഷിച്ച് വെച്ച് അവൾ മെറ്റേണിറ്റി കിറ്റ് കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മെറ്റേണിറ്റി കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അച്ഛനും ഒരുപാട് സാധനങ്ങൾ മേടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ പെട്ടി കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഈ കുഞ്ഞു വളയൊക്കെ കണ്ടപ്പോഴാണെങ്കിലും ഒരു കൗതുകം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ തിന്നാനായിട്ട് പോയി. ചക്കച്ചുളയും ചക്ക ഉപ്പേരിയും ചാമ്പയ്ക്കൊക്കെ ഇരുന്ന് നല്ല വീടിയിലായിരുന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പലഹാരങ്ങളും ഉണ്ടായിരുന്നു. ബാജോടി കഴിക്കലൊക്കെ കഴിഞ്ഞ് കിടന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് നമുക്ക് ഡോപ്ലർ സ്കാൻ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഈ ബ്ലഡ് ഫ്ലോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ് ആയിരുന്നു അത്. രാവിലെ പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ടിൽ ദെൻ ബൈ ബൈ.